നമസ്കാരം. ലേൺ മലയാളം വിത്ത് ലവ് എന്ന മലയാളം ക്ലാസ്സിലേക്ക് 8ാം ക്ലാസ്സിലെ എല്ലാ പ്രിയപ്പെട്ട കുട്ടികളെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് കേരള പാഠാവലിയിലെ ആദ്യ യൂണിറ്റിൽ വരുന്ന പാഠഭാഗമാണ് തിങ്കളാഴ്ച നല്ല ദിവസം. പാഠഭാഗം വായിക്കുന്നുണ്ട്. അതിൻ്റെ ഇതിവൃത്തവും എല്ലാം ഇതിൽ പരാമർശിക്കുന്നുണ്ട്. അപ്പം എന്ത് വേണം? വളരെ ശ്രദ്ധാപൂർവം കേൾക്കുക, മനസ്സിലാക്കുക. മാത്രമല്ല ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. ഓക്കെ. നിങ്ങൾ ആരും എത്ര കാലം കഴിഞ്ഞാലും എന്നെ കാണാനായിട്ട് അങ്ങോട്ട് വരരുത്. ഇതൊരു അമ്മയുടെ വാക്കുകളാണ്. സ്വന്തം മക്കളോട് ഒരമ്മ പറയുന്ന വാക്കുകൾ. നമുക്കറിയാം ഈ അമ്മ ആരാണ്, ഈ അമ്മയുടെ മക്കൾ ആരാണ് എന്നറിയണ്ടേ? നമുക്ക് പാഠഭാഗത്തിലേക്ക് പോവാം. പ്രശസ്ത ചലച്ചിത്രകാരൻ പി പത്മരാജൻ രചനയും സംവിധാനവും നിർവഹിച്ച് 1985 പുറത്തിറങ്ങിയ ചിത്രമാണ് തിങ്കളാഴ്ച നല്ല ദിവസം. അതിൻ്റെ തിരക്കഥയാണ് നിങ്ങൾക്ക് പാഠഭാഗമായി തന്നിരിക്കുന്നത്. അതിൽ പ്രധാന കഥാപാത്രങ്ങൾ ജാനകിയമ്മ എന്ന അമ്മയും അവരുടെ 2 ആൺമക്കളും നാരായണൻകുട്ടിയും ഗോപനും, ഭാര്യമാരായ അംബികയും അതുപോലെ തന്നെ ബിന്ദു കൊച്ചുമക്കളും ഉണ്ട്. അമ്മയുടെ പിറന്നാൾ ആഘോഷിക്കാൻ കുടുംബ വീട്ടിൽ എത്തിച്ചേർന്നിരിക്കുകയാണ് 2 മക്കളും. അതുപോലെ തന്നെ മക്കളുടെ സാമീപ്യത്തിൽ വളരെ സന്തോഷം അനുഭവിക്കുന്ന ഒരു അമ്മയുമാണ് നമ്മൾ കാണുന്നത്. അങ്ങനെ അവിടെ എത്തിച്ചേർന്ന അവർ അമ്മയെ ശരണാലയത്തിൽ ആക്കണമെന്നുള്ള ഒരു ചിന്താഗതിയുമായിട്ടാണ് അമ്മയുടെ അടുക്കൽ എത്തുന്നത്. അതായത് രണ്ടാമത്തെ മകൻ ബാംഗ്ലൂരിലാണ് താമസിക്കുന്നത്. ഒരു ഫ്ലാറ്റിന് അഡ്വാൻസ് തുക കൊടുത്തിട്ടുണ്ട്. ബാക്കി പൈസ പൂർവിക സ്വത്ത്, അതായത് ഇപ്പോൾ ജാനകിയമ്മയുടെ പേരിലുള്ള സ്വത്ത് വിറ്റിട്ട് വേണം തുക കണ്ടെത്തേണ്ടത്. അപ്പോൾ വീട് വിറ്റാൽ പിന്നെ അമ്മ ഒറ്റയ്ക്കാവില്ലേ? അപ്പോൾ അമ്മയെ എവിടെയെങ്കിലും ആക്കണം. അവർക്ക് കൊണ്ടുപോകാനൊന്നും സാധിക്കില്ല. അതുകൊണ്ട് ശരണാലയത്തിലാക്കണം, വൃദ്ധസദനത്തിലാക്കണം എന്നുള്ള ചിന്ത അവരുടെ മനസ്സിൽ വരികയും അത് അവരവിടെ അവതരിപ്പിക്കുകയും ചെയ്യുകയാണ്. അപ്പോൾ വളരെ സുഖത്തോടും സന്തോഷത്തോടും കൂടി ഉല്ലാസത്തോടു കൂടി സമപ്രായക്കാരായിട്ടുള്ള വൃദ്ധജനങ്ങളോടുകൂടി അമ്മയ്ക്ക് അവിടെ സുഖമായി കഴിയാം എന്നൊക്കെയാണ് അവതരിപ്പിച്ചു കൊണ്ടുവരുന്നത്. പക്ഷേ ഇതെല്ലാം കേട്ടിട്ട് വീട് വിൽക്കണ്ട എന്ന് അമ്മ പറയുന്നില്ല. മക്കളുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് അന്നും ഇന്നും എന്നും ഒരുപോലെ മക്കളെ സ്നേഹിക്കുന്ന ആ അമ്മയ്ക്ക് അവരൊരിക്കലും കഷ്ടപ്പെടുത്തിയിട്ടില്ല. അതായത് അവരുടെ അടുക്കൽ പോയി തനിക്ക് അവരുടെ ഒപ്പം താമസിക്കണമെന്നോ അല്ലെങ്കിൽ പണമായിട്ടോ എന്തെങ്കിലും ആവശ്യപ്പെടുകയോ എന്ന് ഒരു തരത്തിലും അവരെ ബുദ്ധിമുട്ടിക്കാതെ ജീവിച്ചു വന്ന ആ അമ്മയ്ക്ക് അവരുടെ അവസാന കാലത്ത് അല്ലെങ്കിൽ അവരുടെ ഈ പ്രായാധിക്യം ചെന്ന അവസ്ഥയിൽ മക്കളോടൊത്ത് അവരുടെ സ്നേഹമൊക്കെ ഏറ്റുവാങ്ങി അവരുടെ പരിഗണനയും സാമീപ്യവും സ്നേഹമൊക്കെ ഏറ്റുവാങ്ങിക്കൊണ്ട് കഴിയേണ്ട ആ വാർദ്ധക്യകാലത്തിലേക്ക് അവർ തീർത്തും അവഗണിക്കപ്പെടുകയാണ്. തൻ്റെ മക്കൾ തന്നെ മനസ്സിലാക്കുന്നില്ലല്ലോ, ഞാൻ എത്രത്തോളം അവരെ സ്നേഹിച്ചതാണ്. അച്ഛനില്ലാതെ ആ കുട്ടികളെയൊക്കെ വളർത്തി നല്ല നിലയിലേക്ക് എത്തിക്കാൻ പണിപ്പെട്ട അല്ലെങ്കിൽ അവർക്ക് വേണ്ടി തൻ്റെ ജീവിതം തന്നെ മാറ്റിവെച്ച ആ അമ്മയ്ക്ക് അവർ പറയുന്ന വാക്കുകൾ അല്ലെങ്കിൽ അവർ ചെയ്യാൻ പോകുന്ന പ്രവൃത്തി ഉൾക്കൊള്ളാനാവുന്നില്ല. ആ അമ്മ മനസ്സ് ഹൃദയം തേങ്ങിക്കൊണ്ടാണ് പറയുന്നത്. എന്താ പറയുന്നത്? നിങ്ങളാരും എത്ര കാലം കഴിഞ്ഞാലും എന്നെ കാണാനായിട്ട് അങ്ങോട്ട് വരരുത്. അമ്മയുടെ ഒരു ഹൃദയം പൊട്ടിയുള്ള പറച്ചിലാണ്. ആ മാതൃഹൃദയത്തിൻ്റെ തേങ്ങലാണ് നാം കേൾക്കുന്നത്. ഇത്രയുമാണ് പാഠഭാഗത്ത് വരുന്ന കാര്യങ്ങൾ ആ തിരക്കഥയിൽ ഉൾപ്പെടുന്നത്. ഇനി എന്താണ് തിരക്കഥ എന്നുകൂടി കേട്ടിട്ട് നമുക്ക് പാഠഭാഗം വായിക്കാം. എന്താണ് തിരക്കഥ? ഒരു കഥയെ ദൃശ്യഭാഷയിലേക്ക് മാറ്റാൻ സഹായിക്കുന്നതാണ് തിരക്കഥ. സിനിമയുടെ ബ്ലൂ പ്രിൻ്റ്, അതായത് രൂപരേഖ, ആവിഷ്കരിക്കപ്പെടേണ്ട സംഭവങ്ങളുടെ വിശദീകരണങ്ങളാണ് തിരക്കഥ എന്നത്. സിനിമയ്ക്കോ ഹ്രസ്വ ചിത്രങ്ങൾക്കോ വേണ്ടി ദൃശ്യങ്ങളുടെ എഴുതുന്ന രേഖകളാണ് തിരക്കഥ. അതായത് ഒരു ദൃശ്യത്തിൽ, ഒരു സീനിൽ ഉൾപ്പെടുന്ന സ്ഥലം, സമയം, കഥാപാത്രങ്ങൾ, ശബ്ദം, അംഗചലനങ്ങൾ എല്ലാം ഉൾപ്പെടുത്തി എഴുതുന്നതാണ് തിരക്കഥ.
പാഠം തിങ്കളാഴ്ച നല്ല ദിവസം. സീൻ 31 പകൽ. പറമ്പിൽ ആടിനെ അഴിച്ച് മേലേക്ക് വരുന്ന അമ്മ. ഒപ്പം അംബികയും ബിന്ദുവും ഋതുവുമുണ്ട്. ബിന്ദു: അമ്മയുടെ ഇവിടുത്തെ ഈ ഒറ്റയ്ക്ക് കിടന്നുള്ള അലച്ചിലും ബുദ്ധിമുട്ടുമൊക്കെ ഒന്ന് അവസാനിക്കാൻ പോവാ. അമ്മ: എനിക്ക് എന്തോ നലച്ചില്. ബിന്ദു: അത് കണ്ടു നിൽക്കുന്ന ഞങ്ങൾക്കല്ലേ അറിയാൻ പറ്റൂ. അതിനുള്ള ഹെൽത്ത് ഉണ്ടെങ്കിലും സാരമില്ലായിരുന്നു. ആടിനെ കെട്ടി പശുവിൻ്റെ അരികിലെത്തി അതിന് വെള്ളം കൊടുക്കുന്ന അമ്മ. അംബിക മെല്ലെ: ബിന്ദുവിനേക്കാൾ ഹെൽത്തിയ അമ്മ. അത് കേൾക്കാത്തതുപോലെ ബിന്ദു: കുഴപ്പം ഉണ്ടെന്നുള്ളതല്ല, അമ്മയ്ക്കതിൻ്റെ ആവശ്യമില്ലല്ലോ. പാതി അംബികയോടെ ആയി പറഞ്ഞു: അമ്മയുടെ പ്രായത്തിലൊക്കെ പുറത്തുള്ളവർ ചെയ്യുന്നത് എന്താണെന്നറിയാമോ? നല്ല കംഫർട്ടബിളായിട്ട് എല്ലാ പണിയും ഒതുക്കി അതിനുള്ള സ്ഥലങ്ങളുണ്ട്. പറ്റിയൊരു സെൻറ്റർ നോക്കി അങ്ങോട്ട് മാറും. മെൻ്റലായിട്ടും ഫിസിക്കലായിട്ടും ഒരേ പ്രായത്തിലുള്ളവരുടെ കമ്പനിയും കൂടിയാകുമ്പോൾ കാണണം ചിലരെയൊക്കെ. എന്ത് ഹാപ്പിയാണെന്നറിയാവോ? അങ്ങനൊരു സ്ഥലം അമ്മയെ കൊണ്ടു ചെന്ന് കാണിക്കാൻ പോവാ. അമ്മ: എന്നിട്ട്? ബിന്ദു: വെറുതെ ഇരിക്കുകയെന്ന് പറഞ്ഞാൽ വെറുതെ അങ്ങ് ഇരിക്കുകയല്ല. TV കാണാം, വീഡിയോ കാണാം, പ്രെയറുണ്ട്, എക്സർസൈസ് ഉണ്ട്, സകല ഡെയിലീസും പീരിയോഡിക്കൽസും കിട്ടും. ദിവസവും ഡോക്ടർ വരും, നോക്കും. എത്ര ദൂരെയുള്ള ബന്ധുക്കളായാലും എപ്പോഴും അവരുമായിട്ട് ടച്ചിലിരിക്കാം. വേണേൽ ആരുടെയെങ്കിലും കൂടെ പോയി നിൽക്കണമെന്ന് തോന്നിയാൽ അങ്ങനെയും ചെയ്യാം. വീട് പോലെ തന്നെ, പക്ഷെ കുറേ കൂടെ കംഫർട്ടബിളായ ഒരു വീട്. അമ്മയുടെ മുഖത്ത് ക്രമേണ ശ്രദ്ധയേറുന്നുണ്ട്. ബിന്ദു: അമ്മ അത്തരം സ്ഥലത്തെപ്പറ്റി കേട്ടിട്ടുണ്ടോ? അമ്മ: സ്വർഗലോകം എന്ന് കേട്ടിട്ടുണ്ട്. അവിടെയും ഇതുപോലെ ആർക്കും പ്രത്യേകിച്ചൊരു പണിയുമില്ല. അവിടെ പിന്നെ ആടാം പാടാം, അങ്ങനെ കൂടെയൊക്കെ ഉണ്ട്. അംബിക ചിരിച്ചു. ബിന്ദു: അയ്യോ അമ്മ, ഇത് സ്വർഗലോകമല്ല, ഇതിൻ്റെ പേര് ശരണാലയം. സീൻ 32 പകൽ. വീട് പുറത്ത് ഉമ്മറത്ത് മറ്റോ അമ്മയും മകനും. അമ്മ നാരായണൻകുട്ടിയെ നോക്കി പറയുകയാണ്: നാരായണൻകുട്ടി ഇത് വല്ലതും കേട്ടായിരുന്നോ? നാരായണൻകുട്ടി: ആ. അമ്മ: ഇവിടെ വിൽക്കുന്നതിനെക്കുറിച്ച് ഒക്കെയാ ഇവൻ പറയുന്നത്. നാരായണൻകുട്ടിയുടെ മൗനം ഗോപനെ ലേശം ശുണ്ഠി പിടിപ്പിച്ചു. ഗോപൻ: ഞാൻ ചേട്ടനുമായിട്ട് ഇതെല്ലാം ആലോചിച്ചതാ. അമ്മ: ആണോടാ? നാരായണൻകുട്ടി: ആ, ഏതാണ്ടെല്ലാം പറഞ്ഞു. അമ്മ: അപ്പോൾ നീയും കൂടെ അറിഞ്ഞുകൊണ്ടാണോ എന്നോടിത് ഒളിച്ചു വെച്ചത് ഇത്രയും നാളും? അവരുടെ സ്വരത്തിൽ പെട്ടെന്നൊരു വിതുമ്പൽ വന്നു. ഉടൻ തന്നെ അവരത് നിയന്ത്രിച്ചു. പിറകിൽ അംബിക കടന്നു വന്ന് നിന്നു. നാരായണൻകുട്ടി: ബാംഗ്ലൂരിൽ ഫ്ലാറ്റ് വാങ്ങിക്കാൻ മണി കുറേ കാശ് കൊടുത്തിട്ടുണ്ട്. കുറച്ചുകൂടെ കാശ് വേണം. അതിന് വീട് കൊടുത്താലോ എന്നവൻ എന്നോട് ചോദിച്ചു. അവൻ്റെ ഷെയറിലെ വീട്. എനിക്കത് തലയിടാൻ ഒക്കുകയില്ല. ഗോപനും ലേശം ചൂടുകയറി. ഗോപൻ: അങ്ങനെ അങ്ങ് പറഞ്ഞാൽ അത് മുഴുവൻ ശരിയാവുകയില്ല. അമ്മ ഒറ്റയ്ക്ക് ഇവിടെ ഇങ്ങനെ നിൽക്കുന്നത് ശരിയല്ല. ഒന്നുകിൽ നമ്മുടെ ആരുടെയെങ്കിലും കൂടെ വന്ന് നിൽക്കണം. അതെത്ര പറഞ്ഞാലും കേൾക്കുകയില്ല. അതുകൊണ്ട് കുറേ കൂടെ നോക്കാനും കാണാനും ഒക്കെ ആൾ സൗകര്യമുള്ളൊരു സ്ഥലത്തേക്ക് മാറ്റുന്നു. ഇതൊക്കെ ആലോചനയുടെ സ്റ്റേജിൽ ഇരിക്കുന്ന കാര്യങ്ങളാണ്. എല്ലാവരും കൂടെ ഒന്നിരുന്ന് ഡിസ്കസ് ചെയ്താൽ അങ്ങോട്ടോ ഇങ്ങോട്ടോ തീരുമാനിക്കാവുന്ന കാര്യങ്ങളാണ്. ചേട്ടനെ ഉദ്ദേശിച്ച്. അതിനാരും തയ്യാറാവുന്നില്ല എന്ന് പറഞ്ഞാൽ? അംബിക പെട്ടെന്ന് ഇടപെട്ടുകൊണ്ട്: വീടും പറമ്പും ഗോപൻ്റെ ഷെയറാണ്. അതെന്താ വേണ്ടതെന്ന് വെച്ചാൽ ഇഷ്ടം പോലെ ചെയ്തോളണം. അമ്മ അങ്ങനെ ആരുടെയും പ്രത്യേകം ഷെയറിലല്ലല്ലോ. സീൻ 60 രാവിലെ. തിങ്കളാഴ്ച. അമ്മ ആ വീടിൻ്റെ പടിയിറങ്ങി. അമ്മയുടെ കയ്യിൽ ഒന്നുമില്ല, ഒരു തുണി സഞ്ചി പോലും. എല്ലാവരുമുണ്ട്. 2 മക്കളും അവരുടെ കുടുംബവും, വേണുവും അശോകനും അമ്മിണിയും. മുറ്റത്ത് ഒരു ടൂറിസ്റ്റ് അംബാസഡർ കിടപ്പുണ്ട്. ഡ്രൈവർ കാത്തു നിൽക്കുന്നു. പിൻസീറ്റിൽ അമ്മയ്ക്ക് തലയിണയും കുഷനും ഒക്കെയുണ്ട്. അമ്മ കരയുന്നില്ല. ഒരുതരം പ്രത്യേക പ്രസന്നത മുഖത്ത് മനഃപൂർവ്വം കയറ്റി നിർത്തിയതുപോലെ. കാറിനടുത്തെത്തി അമ്മ നിന്നു. അമ്മ എന്നാ എല്ലാവരോടും ആരുമൊന്നും മിണ്ടിയില്ല. കുനിഞ്ഞു കുട്ടിയെ വാരിപ്പിടിച്ച് കവളിൽ ആഴമുള്ള ഒരു ഉമ്മ കൊടുത്തുകൊണ്ട് വിതുമ്പലടക്കാൻ
വിതുമ്പൽ ഒതുക്കാൻ ബന്ധപ്പെട്ടു. അമ്മ: പോട്ടെ മക്കളെ. ഋതു: അമ്മൂമ്മ അവിടുന്ന് ഫോൺ ചെയ്യണം. ചെയ്യാം. ഋതു: ഇന്ന് വിളിക്കണം ശാഠ്യത്തോടെ. അമ്മ: ഇന്നിപ്പോൾ എന്താ വിളിക്കാൻ? നാളെ വിളിക്കാം. എപ്പോ? നാളെ രാവിലെ. രാവിലെ എത്ര മണിക്ക്? മോള് പലഹാരം കഴിച്ചു കഴിഞ്ഞാൽ ഉടനെ അമ്മൂമ്മ വിളിക്കാം. കുട്ടി തലയാട്ടി. അംബികയുടെ കണ്ണുകളിൽ നനവ് വീണു. മറ്റാരും കാണാതെ അവളത് മാനേജ് ചെയ്തു. നാരായണൻകുട്ടി വന്ന് ഡോർ തുറന്നു പിടിച്ചു നിന്നു. അമ്മ കുട്ടിയെ വിട്ട് ഒരു സ്റ്റെപ്പ് കാറിനരികിലേക്ക് വെച്ചു. എല്ലാവരോടുമായി. അമ്മ: പശുവിൻ്റെയും ആടിൻ്റെയും കാര്യമൊക്കെ ഞാൻ അമ്മിണിയെ ഏൽപ്പിച്ചിട്ടുണ്ട്. അതവൾക്കാ. അവളത് നിങ്ങൾ പോയിട്ട് വേണ്ട പോലൊക്കെ വീതിച്ചു കൊടുത്തോളും. അതുവരെ കുഞ്ഞുങ്ങൾക്ക് കളിക്കാൻ നിന്നോട്ടെ. അമ്മിണി കണ്ണു തുടച്ചു. അമ്മ: നടക്കുമെന്ന് തോന്നുന്നില്ല. ഏതെങ്കിലും കാരണവശാൽ എന്നെ ഈ പുരയിടത്തിൽ തന്നെ ദഹിപ്പിക്കാൻ ഇടയായാൽ ആ മാവ് തന്നെ വെട്ടണം. നാരായണൻകുട്ടി അസ്വസ്ഥനായി അംബികയെ നോക്കി. കാറിലേക്ക് കയറാനായി ഡോറിൽ പിടിച്ച് പെട്ടെന്ന് ഓർത്തതുപോലെ അമ്മ തിരിഞ്ഞു നിന്നു. അമ്മ: പിന്നെ ഒരു കാര്യം കൂടെ പറയാനുള്ളത്. ഞാനിപ്പോൾ എങ്ങോട്ടോ പോവുകയാണല്ലോ. നിങ്ങളാരും എത്ര കാലം കഴിഞ്ഞാലും എന്നെ കാണാനായിട്ട് അങ്ങോട്ട് വരരുത്. പിള്ളേർ പോലും. എല്ലാ മുഖങ്ങളിലും ഒരു പകപ്പുണ്ട്. അമ്മ കാറിലേക്ക് കയറിയിരുന്നു. നാരായണൻകുട്ടി ഡോറടച്ചു. അകലെ പശു കരഞ്ഞു. അമ്മ ഞെട്ടലോടെ അവിടേക്ക് നോക്കി. അമ്മയുടെ കാഴ്ചപ്പാടിൽ അകലെ പറമ്പിൽ പശു. അത് നീട്ടിക്കരഞ്ഞു. വേറെ എവിടെയോ നിന്നോ വേറൊന്നുകൂടി.